പല ആളുകളെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളെ അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അവരെല്ലാ കാര്യത്തിനെയും വൈകാരികമായിട്ട് കണക്ട് ചെയ്യും. ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം നോ പറഞ്ഞാൽ അത് ചിലപ്പം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ അദ്ദേഹം നോ പറയാം, എന്നോട് എങ്ങനെ നോ പറയാം? ചിലപ്പം അനിവാര്യമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ നോ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം അതിനെ വൈകാരികമായി കണക്ട് ചെയ്ത് അവരുമായിട്ട് പിന്നീട് സംസാരിക്കാത്ത രീതിയിലോ അവരുമായിട്ട് പിന്നെ ഇടപെടൽ നടത്താത്ത രീതിയിലോ ഒക്കെ മാറുന്ന ആളുകളുണ്ട്. അപ്പൊ അതായത് നമ്മളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വൈകാരികമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാവും. അതായത് പെട്ടെന്ന് ചൂടാവുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് മിണ്ടാതിരിക്കുക. ചില ആളുകള് ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും അവർ പോകുന്നുണ്ടാവും. അപ്പൊ ഇമോഷണലി കണക്ട് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ വൈകാരികമായുള്ള പിന്നെ ഇടപെടലുകൾ അല്ലെ വൈകാരികമായിട്ടുള്ള തള്ളിച്ച വരുന്ന സമയത്ത് പല രൂപത്തിലുമായിരിക്കും ആളുകൾ പലപ്പോഴും പെരുമാറുന്നുണ്ടാവാം. ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാനും ആ ബന്ധം മുറിഞ്ഞു പോവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും ഈ ബന്ധങ്ങളിലും റിലേഷൻഷിപ്സിലും ഒക്കെ ഇത് പ്രധാനമായിട്ടും കാണുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളില്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഈ കൂട്ടായ്മകളില്, അസോസിയേഷനുകളില്, അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ പതിവായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പം വൈകാരികമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടെങ്കിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്ന ആളുകളാണ്, ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വിഷയമോ മറ്റോ എന്തോ ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, ഈ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അവർക്ക് ആ ബന്ധം മുറിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ചില ഘട്ടങ്ങളിൽ നമുക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. ചില സമയങ്ങളിൽ നമുക്ക് സങ്കടങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ചില സമയങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസിലൂടെയും മനുഷ്യരെ കടന്നു പോകും. കാരണം നമ്മൾ റോബോട്ടൊന്നുമല്ല, ഈ വികാരങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ റോബോട്ടൊന്നുമല്ല. ചിലപ്പോൾ ഇനി പുതിയ AI യുഗത്തിൽ അങ്ങനെ വികാരങ്ങളെ വരെ സെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോബോട്ടുകളെയും മെഷീൻ ലേണിങ്സുകളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നിലവിൽ ഞാൻ പറയണത് അങ്ങനെ ഒരു റോബോട്ടൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ വികാരങ്ങൾ ഉണ്ടാവുക, സങ്കടങ്ങൾ ഉണ്ടാവുക, ദേഷ്യം ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് നമുക്ക് നിയന്ത്രിക്കാനും അതിന് നമുക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശേഷി ഉണ്ടാകുന്നതോടുകൂടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പല ബന്ധങ്ങളും നഷ്ടപ്പെടുന്നത് ഒരു നിമിഷത്തെ പെരുമാറ്റം കൊണ്ടായിരിക്കും. ഒരു നിമിഷത്തെ പെരുമാറ്റം കൊണ്ടായിരിക്കും ഒരുപക്ഷെ നല്ല ബന്ധങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാനുള്ള, ഒരു നിയന്ത്രിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനെന്താ വേണ്ടത്? ഇപ്പൊ ചില ആളുകൾക്ക് ജീവിതത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ടാവും. ചിലപ്പം എവിടുന്നെങ്കിലും സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണം, ഒരു അധ്യാപകനിൽ നിന്നും ഒരു സങ്കടപ്പെട്ട അനുഭവം ഒരു കുട്ടിക്കുണ്ടായി. ഒരു ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഈ കുട്ടിയുടെ നോട്ട്ബുക്കിൽ എഴുതിയതിന്റെ എഴുത്ത് മോശമാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ നോട്ട്ബുക്ക് വലിച്ചെറിയുന്നു. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സംഭവം ആ കുട്ടിക്ക് ഇമോഷണലി കണക്ട് ആവുന്നു. അതായത് എന്നെ ടീച്ചർ അങ്ങനെയാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്, എനിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമല്ല, ആ ടീച്ചറെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ വരുന്നു. അപ്പൊ ഒരുപക്ഷെ ആ കുട്ടി എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ ആ ടീച്ചറുടെ ആ വൈകാരികമായ പ്രതികരണം ആ കുട്ടിയെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറി എന്നുള്ള അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു നിമിഷത്തെ ഇതാണ്. ആ ടീച്ചറുടെ ഇന്റൻഷൻ പോസിറ്റീവ് ആയിരിക്കാം, ആ കുട്ടിയുടെ ഇന്റൻഷൻ നല്ല രീതിയിൽ എഴുതണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം. പക്ഷെ ആ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് അവിടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ വൈകാരികമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പൊ ഇമോഷൻസിനെ, വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം
നമ്മൾ ആർജിച്ചെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വ്യത്യസ്തതകളെ റെസ്പെക്ട് ചെയ്യാം. എല്ലാവരും ഒരേപോലെ ആവണം, എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. നമ്മുടെ തമ്പ് ഇംപ്രഷൻ വ്യത്യസ്തമായതുപോലെ, നമ്മുടെ റെറ്റിന വ്യത്യസ്തമായതുപോലെ, ഓരോ വ്യക്തിയും എന്ന് പറയുന്നത് യുണീക്കാണ്. ഓരോ വ്യക്തിയും എന്ന് പറയുന്നത് വ്യത്യസ്തരാണ്. അപ്പൊ എല്ലാവരും ഒരേ രീതിയിൽ ആവണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഈ വ്യത്യസ്തതകളെ നമുക്ക് റെസ്പെക്ട് ചെയ്യാനായിട്ട് കഴിയണം. വ്യത്യസ്തതകളെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മാനസികമായ തലം നമ്മൾ രൂപീകരിച്ചെടുക്കണം. കാരണം നമ്മൾ വിവിധ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളാണ്, വിവിധ ആളുകളുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ്. ചില ആളുകളുടെ രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതികളായിരിക്കും. ഇപ്പൊ ഒരാൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ സസ്പെൻസിലൊക്കെ ആക്കി, അല്ലെങ്കിൽ ചുറ്റിത്തിരിഞ്ഞ രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അവരവരുടെ ശൈലി അതായിരിക്കാം. ചില ആളുകൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന രീതിയിലുള്ള ആളുകളുണ്ടാവും. അങ്ങനെ പല തരത്തിലും പല കാര്യത്തിലും വ്യത്യസ്തതയുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരെയും ഒരു നുഖത്തിൽ കെട്ടാനായിട്ട് പറ്റൂല. എല്ലാവരും ഒരേ രീതിയിലേക്ക് ആയിരിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ വ്യത്യസ്തതകളെ നമുക്ക് അംഗീകരിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാവണം. ചില ആളുകള് പെട്ടെന്ന് അടുക്കുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ബന്ധങ്ങൾ സ്ഥാപിക്കുള്ളൂ, ചില ആളുകൾ ബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം മുറിഞ്ഞു പോവാതെ നോക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളും പെരുമാറ്റ രീതികളുമുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം ഒരു പൂന്തോട്ടത്തിലെ വിവിധ പുഷ്പങ്ങളെ പോലെ നമുക്ക് ആ വ്യത്യസ്തതയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലും അതിനെ അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്കും നമ്മൾ മാറിയാൽ മാത്രമാണ് നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. ഒരാൾ ഇന്ന രീതിയിൽ തന്നെ ആവണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഓരോരുത്തരും വ്യത്യസ്തമായത് കൊണ്ട് തന്നെ ആ ഡിഫറൻസസിനെ, ആ മാറ്റത്തെ, ആ വ്യത്യസ്തതകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വ്യത്യസ്തരായ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ആ രീതിയിലുള്ള നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആളുകളുമായിട്ട് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം വ്യത്യസ്തരാണ് എന്നുള്ളത് തന്നെ അതിനെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. അതായത് നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ള ഒരു പോയിന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. അതിനേക്കാൾ കുറച്ചും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളായിരിക്കും നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവാം. അല്ലെ നമ്മുടെ ബന്ധങ്ങളിൽ വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളായിരിക്കും ഉണ്ടാവാം. ഒരാൾക്ക് ഒരു മേഖലയിലാണ് കഴിവെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു മേഖലയിലായിരിക്കും കഴിവുണ്ടാവാം. ഒരാൾക്ക് ഒരു ബിസിനസ് നടത്താനുള്ള ശേഷിയാണ് എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ അധ്യാപകനായിരിക്കാം. അതല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന ആളായിരിക്കാം. അപ്പൊ അവരുടെ പോസിറ്റീവ് എന്താണോ ആ പോസിറ്റീവിനെ കണ്ടുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. കാരണം അതിനെ അവരെ വാല്യൂ ചെയ്യാം. അവരെ വാല്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരെ വാല്യൂ ചെയ്യണമെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ മനസ്സിലാക്കണം. അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയണം. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഡെപ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ആ രീതിയിൽ ഇപ്പം ഇന്നലെ സിബത്തുള്ള സാർ ഒരു റൈറ്റപ്പ് എഴുതിയത് ശ്രദ്ധയപ്പെട്ടു. ആ ഒരു ഡോക്ടറെ കുറിച്ചിട്ട് എഴുതിയതാണ്. ആ ഡോക്ടറുടെ പെരുമാറ്റവും ആ ഡോക്ടറുടെ ഈ രീതികളൊക്കെ വെച്ചിട്ട് അദ്ദേഹം എഴുതിയത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എന്താ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അഭിനന്ദനം കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു റൈറ്റപ്പ് അദ്ദേഹം എഴുതി തയ്യാറാക്കാണ്. അപ്പൊ നമ്മൾ വിവിധ ആളുകളുമായിട്ട് ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഓരോ ആളുകളെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെയും നമുക്ക് നന്മയെ നോക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴേ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഏതൊക്കെ മേഖലയിലുള്ള ആളുകളാണെന്ന് നോക്കി വ്യത്യസ്തമായ മേഖലയിലുള്ള ആളുകളായിരിക്കും.
അപ്പൊ അവരെ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു വാക്കായിരിക്കും, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക, നിങ്ങൾ ഈ പ്രവൃത്തിയിൽ തുടരുക, നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പം ആ വ്യക്തി ഒരിക്കലും ആ വ്യക്തിയെ കുറിച്ച് അത്രമാത്രം വലുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതേസമയത്ത് പുറത്തുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴും ഒരാളുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ അയാളുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇന്ന ശേഷിയുള്ള ആളാണ്, ഇന്ന കഴിവുള്ള ആളാണ്, നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ചെറിയ രൂപത്തിലൊക്കെ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമായിരിക്കും, നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിൽ ഒരാളെ പരിചയമുണ്ട്, അയാളെ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്തു തരാം. അങ്ങനെ ഒരു രീതിയിൽ അവർ ചെയ്യുന്ന അവരുടേതായ കഴിവുകളിൽ അവരുടേതായ ലക്ഷ്യത്തിലൊക്കെ നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളോട് ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? യെസ് ഓർ നോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? നിങ്ങളോട് ഒരാൾ അങ്ങനെ പ്രോത്സാഹനത്തോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ എന്നതുപോലെ നമ്മൾ മറ്റുള്ള ഒരാളായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. ചിലപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം പോകുന്ന യാത്രയിൽ ആ വ്യക്തി നിങ്ങൾ നൽകുന്ന ആ ഒരു പ്രോത്സാഹനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു സംഭവമായിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് അതിന്റെ വാല്യൂ അറിയുള്ളൂ. നിങ്ങൾ ഈ മേഖലയിലൂടെ മുന്നോട്ട് പോയിക്കോളൂ, നിങ്ങൾക്ക് അതിൽ വളരാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് അതിൽ കഴിയും എന്നുള്ള രീതിയിൽ ഒരു തട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, ബാക്കിൽ തട്ടിയിട്ട് അത് നടക്കും മോനെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ന് അത് ആളുകളുടെ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിൽ ഒന്ന് ശ്രമം നടത്തുകയും പിന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം വലിച്ച് താഴെ ഇടാനുള്ള ആളുകൾ കുറെ ഉണ്ടാവും. അതേസമയം നമ്മൾ വലിച്ച് താഴെ ഇടുന്നവരായിട്ട് മാറരുത്. ഒരാളുടെ വിജയത്തിൽ നമ്മൾ സന്തോഷിക്കണം, ഒരാളുടെ വിജയത്തിൽ നമ്മൾ സംതൃപ്തി ഉണ്ടാവണം. ഒരാളുടെ വിജയം കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു നീറ്റൽ നമുക്ക് വന്നിട്ടുണ്ട്, അയാൾക്ക് അത് ഉണ്ടായിപ്പോയല്ലോ, അയാൾ വിജയിച്ചു പോയല്ലോ എന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു നീറ്റൽ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്, നമ്മുടെ മനസ്സ് നെഗറ്റിവിറ്റിയിലാണുള്ളത്. നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിക്ക് നല്ല വിജയം ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിൽ സന്തോഷം ഉണ്ടാവണം. നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഫാമിലിയിൽ ഒരാൾ നല്ല നിലയിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിൽ സന്തോഷം ഉണ്ടാവണം. കാരണം എന്താ? അവര് വളരുന്നു. അവര് വളരുന്നതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയുന്ന സമയത്ത് നമുക്കും വളർച്ച പ്രാപിക്കാനുള്ള ഒരു അവസരമാണ് ഒരുങ്ങുക. അതേസമയം നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകുമ്പോഴോ നമ്മുടെ ചിന്ത താഴോട്ടേക്ക് പോകുന്നു, നമ്മൾ നെഗറ്റിവിറ്റിയിലേക്കും അവരുടെ കുറവുകൾ കണ്ടെത്തുന്ന രീതിയിലേക്കും ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ വിജയത്തെയും വളർച്ചയെയും ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാനായിട്ട് പറ്റണം. അവര് വളരട്ടെ, അവർക്ക് വളർച്ചയുണ്ടാവട്ടെ, അവര് നല്ല വാഹനം വാങ്ങട്ടെ, അവര് നല്ല വീട് വെക്കട്ടെ, നല്ല ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ, നല്ല സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാവട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? സന്തോഷത്താൽ നിറയണം. സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിയുകയും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ നമുക്ക് അവരുടെ ഇടപെടൽ നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ബന്ധം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വ്യക്തി വിജയിക്കുന്നതിന്റെ ഇടയിൽ ആ വ്യക്തി നിരവധി തവണ പല പരാജയങ്ങളും നേരിട്ടുണ്ടാവും, പല പ്രതിസന്ധികളും നേരിടുന്നുണ്ടാവും. ഒരൊറ്റയടിക്ക് ഒരാളും അങ്ങ് വിജയിച്ചു പോവല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് വലിയ അഹങ്കാരിയായിട്ട് മാറും. അപ്പം നിരന്തരമായ ശ്രമങ്ങളിലൂടെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? വിജയിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മേഖലയിൽ അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കാം. ആ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഇത് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ. നിങ്ങൾ പിന്മാറരുത്, നിങ്ങൾ മുന്നോട്ട് പോവാ, നിങ്ങൾക്കത് നേടാൻ പറ്റും, നിങ്ങളെ കൊണ്ട് അത് സാധിക്കും, നീ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നൊരു വാക്ക് നമ്മൾ പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് അതൊരു ഊർജമായിട്ട് നമുക്ക് നൽകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവിടെ നമുക്ക് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഫോക്കസ് എപ്പോഴും സൊല്യൂഷനിലായിരിക്കണം. നമ്മുടെ ശ്രദ്ധ എപ്പോഴും പരിഹാരത്തിലായിരിക്കണം. പല ആളുകളുടെയും ശ്രദ്ധ കിടക്കുന്നത് പ്രോബ്ലത്തിന്റെ ഉള്ളിലാണ്. പ്രോബ്ലത്തിലാണ് പല ആളുകളുടെയും ശ്രദ്ധ കിടക്കുന്നത്. നമുക്കൊരു ക്രൈസിസ് വന്നാൽ, അല്ലെ നമുക്കൊരു പ്രശ്നം വന്നാൽ
അല്ലെങ്കിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത ഉടക്കി നിൽക്കുന്നത് പലപ്പോഴും ആ പ്രോബ്ലത്തിലാണ് എങ്കിൽ ആ പ്രോബ്ലത്തിന്റെ ചുറ്റുമല്ല പരിഹാരമുള്ളത്. ആ പ്രോബ്ലത്തിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിയത് കൊണ്ട് ചിലപ്പോൾ പരിഹാരം കിട്ടൂല. പല ആളുകളും എലിപ്പെട്ടിയിൽ എലി കുടുങ്ങിയതുപോലെ അതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഉത്തരം കിട്ടൂല. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? വിശാലമായിട്ടൊന്ന് ചിന്തിക്കാനും നമ്മളുടെ ഔട്ട് ഓഫ് ബോക്സ് നമ്മളൊന്ന് ആലോചിക്കാനും നമുക്കിതിനെങ്ങനെ പരിഹാരം കാണാം, ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻസ് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിപ്പോ ഒരു ക്രൈസിസ് വന്നു, ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹാരത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ 9 പരിഹാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 9 പരിഹാരങ്ങൾ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ പ്രശ്നത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലോ ഒരിക്കലും നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റൂല. ആ സൊല്യൂഷൻ കാണാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാനും കഴിയില്ല. അപ്പൊ അവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശ്രദ്ധ എന്താണ്? ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നാൽ നമ്മൾ അവിടെ പ്രശ്നത്തിൽ പെട്ടു എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അവിടെ സൊല്യൂഷൻ നമ്മൾ ആലോചിക്കുക. നമുക്ക് എങ്ങനെ ഈ ട്രാഫിക് ബ്ലോക്ക് കുറച്ചുകൊണ്ട് നമുക്ക് സമയം കുറച്ചുകൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഏതൊരു വിഷയത്തിലും നമ്മൾ ആലോചിച്ച് നോക്കുക. സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന പരിഹാരങ്ങൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എനിക്കറിയാവുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് മുന്നിലേക്ക് നമ്മളൊരു പ്രശ്നം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അയാൾ സൊല്യൂഷൻ പറയും. അത് കറക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഒരു അര മിനിറ്റ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ ഉള്ളിൽ അദ്ദേഹം ആ പ്രശ്നത്തിന് പരിഹാരം കാണും. കാരണം അദ്ദേഹത്തിന്റെ മൈൻഡ് ആ രീതിയിൽ ട്യൂൺ ചെയ്തതാണ്. ധാരാളം മെഡിറ്റേഷൻസും മറ്റുമൊക്കെ ചെയ്തിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് നമ്മളൊരു പ്രശ്നം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? പരിഹാരം നിർദ്ദേശിക്കും. ആ പരിഹാരം ആപ്റ്റ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ പവറാണത്. ഞാൻ പറയുന്നത് നമുക്കും മെല്ലെ മെല്ലെ ഈ ഒരു സ്കില്ല് നേടിയെടുക്കാൻ പറ്റും. സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് പ്രശ്നം പരിഹാരമായിട്ട് നമുക്ക് ആലോചിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നത്തിൽ കുടുങ്ങി തിരിഞ്ഞതിന് പകരം നമുക്ക് സൊല്യൂഷനും പരിഹാരങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാനസികമായ തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ ശ്രദ്ധ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് നെറ്റ് തിരിച്ചിട്ട് ഒന്ന് ട്യൂണിങ് മാറ്റുക. പ്രോബ്ലത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം സൊല്യൂഷനിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമുക്ക് പരിഹാരം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ ബന്ധങ്ങളിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മാറുന്ന സമയത്ത് പ്രോബ്ലത്തിൽ ചുറ്റി തിരിയൂല. അപ്പൊ സൊല്യൂഷൻസിലേക്ക് നമുക്ക് ആവാനായിട്ട് പറ്റും. അപ്പൊ സൊല്യൂഷൻസിലൂടെ നമുക്ക് നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുമുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നൽകുക. അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നൽകുക. ഒരാൾക്ക് ഒരു സിറ്റുവേഷനിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സൊല്യൂഷൻ ഇങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നമ്മളുടെ സപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ, അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്ത് നൽകുക. എക്സീഡിങ് എക്സ്പെക്ടേഷൻ എന്ന് പറയും. അതായത് നിങ്ങളിപ്പം ഒരു സാധനം ഓർഡർ ചെയ്തതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൂടെ നൽകുകയാണെന്ന് കരുതുക. അതല്ലെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ കിട്ടുക എന്ന് കരുതുക. അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടെ അധികം എന്തെങ്കിലും ഒരു സേവനം നിങ്ങൾക്ക് നൽകുന്നതായിട്ടും അവര് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പം നമ്മളിൽ നിന്നും ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മൾ അവർക്ക് കൊടുക്കുക, ഒരു പരിഗണന നമുക്ക് കൊടുക്കുക. ഏറ്റവും അധികം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പരിഗണനയാണ്. അപ്പൊ ആ പരിഗണന നമ്മൾ നൽകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അവർക്ക് ഒരിടത്തു നിന്ന് പോലും കിട്ടാത്ത രീതിയിലുള്ള പരിഗണന നമ്മൾ കൊടുക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് നല്ല ഒരു അടുപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കാം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഒരു
കാര്യം ചെയ്യുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ടുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നിടത്ത് നമുക്ക് നല്ല ഒരു മികവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ നമുക്ക് നിരത്തി നിർത്താനായിട്ടും സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം. ഇതൊരു എനർജിയാണ്. ഈ എനർജി മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. ആ എനർജി കൊടുക്കുന്നതോടുകൂടി തന്നെ നമുക്ക് മികച്ച രീതിയിലുള്ള മുന്നേറ്റം ഒരു വ്യക്തികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ വ്യത്യസ്തതകളെ നമുക്ക് റെസ്പെക്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ചത് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള റിലേഷൻഷിപ്സിലെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. Thank you, sir. More power to you. താങ്ക് യു. നല്ല ക്ലാസ്. മാഷാഅല്ലാ. Thank you, sir. More power to you. Thank you, sir. More power to you. Thank you, sir. Thank you, sir. Thank you, sir.